ആരെ മുറിക്കുക? ശ്രീനന്ദ മുറിക്കുക. ടീച്ചർ മുറിക്കുക. ശ്രീനന്ദ മുറിക്കുക. ശ്രീനന്ദ മുറിക്കുക. ടീച്ചറല്ല, ശ്രീനന്ദ മുറിക്കുക. Christmas time is nearly here. Fill your hearts with നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ക്രിസ്തുമസ് അല്ലേ? അപ്പം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ കേട്ടോ. എൻ്റെ കുഞ്ഞുമോള് പാടിയ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. Christmas time is nearly here. Fill your hearts with joy and cheer. Christmas is for everyone. Sing along and have some fun. പാട്ടിഷ്ടായോ? ആ വന്നാ എന്താണ്? മസാല ദോശ. മസാല ദോശ. ചായയൊക്കെ കൊണ്ടുവരാം. അയ്യോ, 2 വയറ് അധികം എനിക്ക്. മസാല ദോശ. മസാല ദോശ അല്ലേ? എനിക്കിഷ്ടം. അതേ മസാലയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സ്വാദുണ്ട്. ഇന്നലെ മസാല ദോശ ഇത്തിരി മസാല ഉണ്ടാക്കിണ്ടായിരുന്നു അല്ലേ? കുറച്ച്. ഇന്നാണ് ശരിക്കുള്ള ആ ഒരു രൂപം കിട്ടിയിട്ടുള്ളൂ. എനിക്കിഷ്ടമായി. ഇന്നലെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായില്ലേ മസാല? ഇന്നലെ മസാല ഇത്തിരി അതിൻ്റെ ഉള്ളിൽ വെച്ച്. അത് അമ്മുവിൻ്റെ സ്പെഷ്യലാണ് അല്ലേ മസാല ദോശ. ഇന്നിപ്പോൾ ഞാൻ വറുത്തിട്ടുന്നുള്ളൂ, വേവിക്കലൊക്കെ അമ്മ. അങ്ങനെ ആട്ടെ. ഇഡ്ഡലി കഴിക്കാറുണ്ട്, ദോശ കഴിക്കാറുണ്ട്, പുട്ട് കഴിക്കാറുണ്ട്. ഇപ്പോൾ മസാല ദോശയും കഴിച്ചു. മസാല ദോശയും കഴിച്ചു. മസാല ദോശ നല്ലത്. ഇന്ന് ക്രിസ്മസ് അല്ലേ? അതെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പിന്നെ നാളെയല്ലേ നമ്മുടെ 10-ാം ഉദയം അമ്പലത്തിലെ കൊമരജല അമ്പലത്തില് നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ ഉത്സവം നാളെയാണ്. മിനിഞ്ഞാന്നായിരുന്നു ഇവിടുത്തെ മണ്ഡലം പാട്ടല്ലേ? ജസ്റ്റ് പോയില്ലല്ലോ. ഇവിടുന്ന് രാജേട്ടനും അനും ശ്രീഹയും ശ്രീനന്ദയും കൂടിയിട്ട് ഫസ്റ്റ് പോയി. പിന്നെ ജ്യോതി അമ്മ കൂടിയിട്ട് അടുത്ത വണ്ടിയിൽ പോയി. അങ്ങനെ കിച്ചു എനിക്ക് കാവലിരുന്നു. അപ്പോൾ പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകി. അപ്പോൾ അവരവിടെ പോയി ദീപാരാധനയൊക്കെ തൊഴുത്, പിന്നെ ഇവിടെ കളമ്പാട്ട് അവിടെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് പായസം കൊണ്ട് വന്നോട്ടാ. രാത്രി വന്നത് 8:30 കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ അതും കണ്ടു. അതിൻ്റെ വീഡിയോ ഞാൻ ആ വീഡിയോ കാത്ത് എങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ അത് അമ്പലത്തിൽ കാണാനായിട്ട് ഇവര് പോയതല്ലേ, അതൊക്കെ കാണാന്ന് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്നപ്പോ എല്ലാവരും ചോദിച്ചു ടീച്ചർ എവിടെ, ടീച്ചർ എവിടെ, ടീച്ചർ എവിടെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടായിട്ടും പറയാം. തന്നെ അന്വേഷിക്കാത്ത ആൾക്കാരില്ല അവിടെ. രാധാമണി, രമണി പറഞ്ഞിട്ടേ കുറെ ആൾക്കാർ. നന്ദൻ ചേട്ടൻ ഒരു സെന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു ടീച്ചർക്ക് ഇപ്പം എങ്ങനെയുണ്ട് നന്നാ ചാലക്കുടിയിലെ കാര്യത്തിനേ. ഞാൻ നാളെ ലീവാ. ഞാനാ എപ്പോഴാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മരുമോളുടെ അമ്മയും അനിയത്തിയൊക്കെ വരും. പിന്നെ ആരാ വരാന്ന് അറിയില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം വായിച്ചു. ഞാനിപ്പോൾ നാരായണീയ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായി പോട്ടോ. ആ ചോറ് വന്നു. അവിയല്, കോവയ്ക്കുപ്പേരി, കൊണ്ടാട്ടമുളക്, ഇത്തിരി മോരും പൊടിയും ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് അവിയലും മോരും ഒക്കെ കൂട്ടി കൊണ്ടാട്ടമുളകും കോവയ്ക്കുപ്പേരിയൊക്കെ ആയിട്ട് സുന്ദരമായിട്ട് ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചതിരിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജയശ്രീയുടെ മക്കളൊക്കെ വന്നു. ജയശ്രീയുടെ മോള് ആരെ മുറിക്കുക? ശ്രീനന്ദ മുറിക്കുക. ശ്രീനന്ദ മുറിക്കുക. ശ്രീനന്ദ മുറിക്കുക. ടീച്ചറല്ല, ശ്രീനന്ദ മുറിക്കുക.
അത് എനർജിയാ ഞാൻ പിടിക്കണില്ല. അശ്വതി, പിന്നെ മരുമകൾ അഞ്ജു, പിന്നെ പേരക്കുട്ടികൾ ശ്രീഹരിയും ശ്രീനന്ദിയും. ഇവിടുത്തെ കുട്ടികളുടെ പേര് ഞാൻ അവരുടെ കേട്ടോ. പിന്നെ അശോകൻ്റെ ചേച്ചി വിജയലക്ഷ്മിയും ഉണ്ടായിരുന്നു. അവർ നല്ലൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ നല്ല മധുരം ക്രിസ്മസ് കേക്ക്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ തട്ടകത്തമ്മ കുമരഞ്ചിറക്കാവിലെ അമ്മയുടെ അമ്പലത്തിൽ ദീപാരാധനയാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ ഭക്തജനങ്ങളും ദീപം തൊഴുത് അവിടെ നിൽക്കുകയാണ്. ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജയാണ്. അത്താഴപൂജ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളമെഴുത്തുപാട്ട് കൂടി കാണാം കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങൾ കുറേ പാത്രങ്ങൾ ഇവിടേക്ക് സമർപ്പിക്കുകയാണ്. പ്രസാദ ഊട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ പ്ലേറ്റുകളും അതുപോലുള്ള അതിന് വേണ്ട എല്ലാ പാത്രങ്ങളും ഇവർ സമർപ്പിക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. സമർപ്പിച്ച പാത്രങ്ങളെല്ലാം പൂജാരി ദാമോദരൻ തിരുമേനി അതൊക്കെ സ്വീകരിച്ച് ഉള്ളിലേക്ക് എടുക്കും. ഇവർ മാതൃസംഘത്തിലെ ആൾക്കാരാണ് കേട്ടോ. ഇവരുടെ കഠിനമായ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം, ശുചീകരണം മുതലായ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. തിരുമേനി അതെല്ലാം തീർത്ഥം തളിച്ച് ശുദ്ധീകരിച്ച് അതൊരു പാത്രം കമിഴ്ത്തി വെച്ചു. ഇനി അതിൽ നേദ്യം കൊടുക്കും. ഇനി കളമെഴുത്തുപാട്ട് തുടങ്ങുകയാണ്. നോക്കൂ, കളമൊക്കെ നേരത്തെ വരച്ചിട്ടുണ്ട്. തിരുവുടയാടൊക്കെ അവിടെ കസേരയിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെണ്ട കൊട്ടിയിട്ട് പാട്ട് പാടുന്നു.
ഇനി പൂജാരിയുടെ പൂജയാണ്. നേരത്തെ കളം വരച്ച ആളുടെ പൂജയായിരുന്നു. മണ്ഡലമാസത്തിൽ 41 ദിവസവും ഇവിടെ കളമെഴുത്തുപാട്ട് വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഭക്തജനങ്ങളാണ് വഴിപാടായിട്ട് കളമെഴുത്തുപാട്ട് നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ പൂവും പ്രസാദവും പായസവും ഒക്കെ കിട്ടും. ഇനി ശ്രീകോവിലിൽ നിന്ന് വിളക്കും അരമണിയും ചിലമ്പും വാളും ഒക്കെ എടുത്തിട്ട് വാദ്യത്തോട് കൂടിയിട്ട് മേളത്തോട് കൂടിയിട്ട് ക്ഷേത്രത്തിനെ വലം വെച്ച് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വരികയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കളമെഴുതിയ സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് പോകും. പിന്നെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പോകുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ദേവിയെ അനുഗമിക്കും. അത് കഴിഞ്ഞ് നേരെ ഉള്ളിൽ കളം വരച്ച സ്ഥലത്ത് വന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ കളം മായ്ക്കും. വെളിച്ചപ്പാടാണ് കളം മായ്ക്കാറ്. ഇപ്പോൾ വെളിച്ചപ്പാടില്ലാത്തത് കൊണ്ട് കളം വരച്ച ആൾ തന്നെയാണ് മായ്ക്കണത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ.